നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ളൊരു കാര്യം ആദ്യമേ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. മറ്റൊന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിന് വരുന്ന കമൻസ്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. പലരും ചാനലിലെ ഒട്ടുമിക്ക വീഡിയോസും കാണുന്നു എന്നുള്ളതാണ് കമൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ച് അതിൻ്റെ സന്തോഷം ആദ്യമേ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. പിന്നെ ചിലർ പറഞ്ഞ കാര്യമുണ്ട്, ഫേക്ക് ന്യൂസാണ് ഈ ചാനലിലൂടെ അധികം വരുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എല്ലാവിധ ഇൻഫർമേഷനും ഇന്ന് നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞങ്ങളും കണ്ടന്റിന് വേണ്ടി അതിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് അല്ല വരുന്നത് എന്നുള്ളതിന് തെളിവാണ് ഞങ്ങളെ വീഡിയോ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഇത്തരം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ന്യൂസുകളും എല്ലാം 100% എന്ന് അവകാശപ്പെടുന്നില്ല, 95% ന്യൂസും ലീഡിംഗ് ആയിട്ടുള്ള പേപ്പറുകളിലും അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം കൃത്യമായി പറഞ്ഞാൽ നവംബർ 15-ാം തീയതി ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ നമ്പർ 86 നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. BS7 നടപ്പിലാക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. യൂറോ 7 മാനദണ്ഡങ്ങൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് രാജ്യത്ത് BS7 മാനദണ്ഡങ്ങൾ വരുമ്പോൾ പണി കിട്ടാൻ പോകുന്നത് ഫോർച്യൂണർ, ഇന്നോവ പോലെയുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച്, ഹൈ പവർ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്കാണ്. ഏകദേശം സൂചനകൾ പ്രകാരം ചില ബ്രാൻഡുകളെങ്കിലും അവര് പവർ കൂടിയ ഡീസൽ എഞ്ചിൻ മാറ്റി പവർ കുറഞ്ഞ ഡീസൽ എഞ്ചിനിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും എന്ന് പറയാതെ കണ്ട് വയ്യ. വാഹന ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്ത അതാണ്. ഇന്നോവയും ഫോർച്യൂണറും പോലെയുള്ള വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തിൽ നിന്നും വിട പറയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഒരിക്കലും ഇത് ഡീസൽ വാഹനത്തെ അല്ലെങ്കിൽ പെട്രോൾ വാഹനത്തെ മാത്രമല്ല ഈ BS7 മാനദണ്ഡങ്ങൾ ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നോവ പോകുന്നു, ഫോർച്യൂണർ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കല്ലേ, ഡീസൽ വാഹനത്തെയാണ് ഇത് ബാധിക്കുന്നത്, ഡീസൽ വാഹനത്തിന്റെ അന്തകനാണ് BS7 എന്നല്ല അതിന്റെ അർത്ഥം. എമിഷൻ നോംസ് അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കാറുണ്ട്. അത് വാഹന നിർമ്മാതാക്കളും, എല്ലാ വാഹന നിർമ്മാതാക്കളും, കാറിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ വാഹന നിർമ്മാതാക്കളും ആ നോംസ് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പ്രത്യേക ഡെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഡേറ്റ് വന്നാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1/4/2025 മുതൽ എന്നുള്ളൊരു ഡേറ്റ് കേന്ദ്ര സർക്കാർ പറയുകയാണെങ്കിൽ ആ ഡേറ്റിന് ശേഷം BS6 വാഹനങ്ങൾ അല്ലെങ്കിൽ BS7 സ്റ്റാൻഡേർഡ് പാലിക്കാത്ത വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കില്ല, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നമാണ് നേരിടാൻ പോകുന്നത്. ഇപ്പോൾ BS7 വന്നിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ട മാനദണ്ഡവും BS7 വരും. ഇലക്ട്രിക് വാഹനം, ഗ്രീൻ എനർജി, ഇതിലെന്താ പൊല്യൂഷൻ? അതൊരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ, സ്വാഭാവികമായ സംശയമാണ്. പക്ഷെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും പൊല്യൂഷൻ ഉണ്ട്. പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ പോലെയുള്ള ഹൈ പൊല്യൂഷൻ അല്ല ഇവിടെ വരുന്നത്. BS7 വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററിക്ക് ഒരു പ്രത്യേക മാനദണ്ഡം നിശ്ചയിക്കും. ഉപഭോക്താവിന് ഇത്ര വർഷം ഈ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് നിശ്ചിതമായ തീരുമാനം വേണം. അതുപോലെ ബാറ്ററിക്കും ചെറിയ രീതിയിലുള്ള എമിഷൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടറിന്റെ ബാറ്ററിക്ക് വരെ ഇത് ബാധകമാണ്. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ബാറ്ററിയുടെ ടെർമിനലിൽ ക്ലാവ് പിടിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതും ഒരു തരത്തിലുള്ള പൊല്യൂഷന്റെ ഭാഗം തന്നെയാണ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണത്. ഇതിനെല്ലാം വ്യക്തമായ മാനദണ്ഡം BS7 വരും. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ഏതുതരം ബാറ്ററിയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കണിശമായി പാലിക്കേണ്ട ബാധ്യത എല്ലാ നിർമ്മാതാക്കൾക്കും വരും. യൂറോ 7 മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് രാജ്യത്ത് BS7 നടപ്പാക്കാൻ പോകുന്നത്. 2025-2026 ഇത് നടപ്പിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഒരു മാസം മുന്നേ നമ്മുടെ ചാനൽ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ വീഡിയോയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് വിശദ വിവരങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ ചാനലാണ്, ന്യൂസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വാഹന ലോകത്തെ വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നന്ദി.